ഇസ്രായേൽ ഒരു കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. കരയുദ്ധം ആരംഭിക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അരുതെന്ന് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയും താക്കീത് ചെയ്തിട്ടുണ്ട്. കാരണം 1 ലക്ഷത്തോളം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൈനിക ശക്തിയും 1.5 ലക്ഷത്തോളം അത്യന്താധുനികങ്ങളും മാരകങ്ങളുമായ മിസൈൽ സമാഹാരങ്ങളുമുള്ള ഹിസ്ബുള്ള സ്വന്തം രാഷ്ട്രമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി തന്നെയാണ്. ലെബനാൻ മണ്ണിൽ ഇസ്രായേലിന്റെ ബൂട്ടുകൾ പതിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കുകയില്ല എന്ന് ലെബനൻ ബ്രിട്ടീഷ് അംബാസിഡർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുമാണ്. കഴിഞ്ഞ 1 വർഷത്തെ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കൃത്യമായ യുദ്ധ രീതികൾ കണ്ടും പഠിച്ചുമായിരിക്കും ഹിസ്ബുള്ള ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ള ഇസ്രായേലിന് ഒരു കെണിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നതാണ് സംശയം. ഹമാസിൽ നിന്നും വ്യത്യസ്തമായ യുദ്ധ രീതികളാണ് ഹിസ്ബുള്ളയുടേത്. അതുപോലെ ഗാസയിൽ നിന്നും വ്യത്യസ്തമായ ഭൂമിശാസ്ത്രമാണ് ലെബനാനിന്റേതും. 4 അതിരുകളും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ലെബനാനിൽ 3 അതിരുകളും ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമാണ്. അതേസമയം ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുവാനുള്ള വഴികൾ തങ്ങൾ തടയുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളും താക്കീത് ചെയ്തതുപോലെ ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ഒരു യുദ്ധമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. 21 ദിവസം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും ആയുധം വെപ്പിക്കുവാനുള്ള ശ്രമമാണ് ഫ്രാൻസും ഖത്തറും ഈജിപ്തും സൗദി അറേബ്യയും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹൂത്തികൾക്ക് ദീർഘദൂര കപ്പൽ വേധ മിസൈലുകൾ റഷ്യ നൽകുവാൻ തയ്യാറായത് അമേരിക്കയെയും ഇസ്രായേലിനും സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയൊരു സമ്മർദ്ദമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖാദർ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് തൊടുത്തുവിട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഹൂത്തികൾക്ക് നൽകാമെന്നേറ്റ P-800 എന്ന 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നേരത്തെ ഹിസ്ബുള്ളക്ക് റഷ്യ നൽകിയിട്ടുണ്ട് എന്ന വാർത്ത ഇസ്രായേലിനെയും അമേരിക്കയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിലാണ്. വ്യോമ ആക്രമണങ്ങളെ പ്രതിരോധിക്കാതെ ഹിസ്ബുള്ള വ്യോമ ആക്രമണത്തിനുള്ള ബേസുകളെ ആക്രമിച്ചുകൊണ്ട് അതിന്റെ വേരറക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിൽ നടത്തിയതുപോലെയുള്ള ഒരു തുറന്ന അനിയന്ത്രിതമായ ഒരു വ്യോമാക്രമണം ഇസ്രായേലിനെ ലെബനാനിൽ അഴിച്ചുവിടാൻ സാധ്യമല്ല, പ്രയാസമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ അതിരുകൾ കടന്ന് പട്ടണങ്ങളിലേക്കും ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളിലേക്കും ഇസ്രായേലിന്റെ എയർ ബേസുകളിലേക്കുമാണ് ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള വ്യോമ സംവിധാനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഹിസ്ബുള്ള തങ്ങളുടെ റോക്കറ്റ് ആക്രമണങ്ങളിലൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതുവരെയും വലിയ ആളപായങ്ങൾ ഉണ്ടായിട്ടില്ലാത്ത ഇസ്രായേലിന് കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ ആളപായങ്ങളെ നേരിടേണ്ടി വരും എന്നതാണ് മറ്റൊരു ഭീഷണി. ഈ സാഹചര്യങ്ങളൊക്കെയും വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് ഇസ്രായേൽ പ്രഖ്യാപിച്ചതുപോലെ ഒരു കരയുദ്ധത്തിലേക്ക് എടുത്തു ചാടുവാനുള്ള ബുദ്ധിമോശം ഇസ്രായേൽ ഇപ്പോൾ കാണിക്കാൻ സാധ്യതയില്ല എന്നാണ്. ഭൂമിശാസ്ത്രപരവും സൈനികവുമായ എല്ലാ സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടും ഗാസയിൽ ഇസ്രായേൽ കരയുദ്ധം ഒരുപാട് വൈകിപ്പിച്ചാണ് ആരംഭിച്ചത്. ഗാസയിൽ ഇസ്രായേലിന് അനുകൂലമായ ഭൂമിശാസ്ത്രമായിട്ട് പോലും ഗ്രൗണ്ട് ഒരുങ്ങുന്നതിന് ഒരുപാട് ദിവസങ്ങൾ ഇസ്രായേലിന് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഗാസയിൽ നിന്നും വ്യത്യസ്തമായ ലെബനീസ് ഭൂമിശാസ്ത്രത്തെ അറിയാവുന്ന ഇസ്രായേൽ ഈ അടുത്തൊന്നും കരയുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഗാസയിൽ നടത്തിയതുപോലെയുള്ള വ്യോമ ആക്രമണങ്ങൾ ഇസ്രായേലിന് ലെബനനിൽ നടത്തുന്നതിന് പരിധികളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 21 ദിവസത്തെ വെടിനിർത്തലിലേക്ക് പോവുകയല്ലാതെ ഇസ്രായേലിന് വേറെ നിവൃത്തി ഉണ്ടായിരിക്കുകയില്ല. ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫാദി മിസൈലുകൾ അടിസ്ഥാന സംവിധാനങ്ങളെയും സൈനിക കൂട്ടങ്ങളെയും തകർക്കുവാൻ പര്യാപ്തമാണ്, ശക്തമാണ് ഫാദി ബാലിസ്റ്റിക് മിസൈലുകൾ. ലബനാനിൽ ഓരോ ദിവസവും
കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇസ്രായേൽ അതിർത്തിക്കകത്ത് ഓരോ ദിവസവും ഹിസ്ബുള്ള തങ്ങളുടെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹൂത്തികൾക്ക് ദീർഘദൂര കപ്പൽ വേധ മിസൈലുകൾ നൽകുവാനുള്ള റഷ്യയുടെ തീരുമാനം അമേരിക്കയെയും ബ്രിട്ടനെയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിസന്ധിയിലും ഭീതിയിലും അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലും ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്ക വിന്യസിച്ചിട്ടുള്ള യുദ്ധ കപ്പലുകൾക്ക് വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. 2000 കിലോമീറ്ററിലധികം ദൂരമുള്ള ടെല്ലവീവിലേക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ അയച്ച് ഞെട്ടിച്ച ഹൂത്തികളുടെ കയ്യിൽ ദീർഘദൂര കപ്പൽ വേധ മിസൈലുകൾ കൂടി കൈവന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കക്കും അത് വലിയ ഭീഷണി ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹമാസിൽ നിന്നും വ്യത്യസ്തമായ യുദ്ധ രീതികളാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ലെബനാനിൽ നടത്തുന്ന വ്യോമ ആക്രമണങ്ങളിൽ ഭൂരിപക്ഷവും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത്. അവിടെയൊന്നും ഹിസ്ബുള്ളയുടെ അംഗങ്ങളെ അധികം കാണാൻ സാധിച്ചിട്ടില്ല. ഹിസ്ബുള്ള നേരത്തെ പ്രധാനമായും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്നത് കത്യൂഷ റോക്കറ്റുകളായിരുന്നു. അപൂർവം കത്യൂഷ മിസൈലുകളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ലബനാനെതിരെ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഫാദി 1, ഫാദി 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു തുടങ്ങി. ഇവയെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ ഇസ്രായേൽ ഒരു പരിധിവരെ വിജയിച്ചു എങ്കിലും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ അളക്കുവാനുള്ള അവസരങ്ങൾ ഇത് മുഖേന ഹിസ്ബുള്ളക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 26-ാം തീയതിയാണ് ഖാദർ 1 സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി ഇസ്രായേൽ പരീക്ഷിച്ചത്. 100 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഖാദർ 1 ആദ്യം ടെല്ലവീവിലെ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയായിരുന്നു ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. പിന്നീട് വെസ്റ്റ് ബാങ്കിന് നേരെയും. അക്ഷരാർത്ഥത്തിൽ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിനെയും കൂടെ അമേരിക്കയെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇതിൽ അമ്പരന്ന ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ എയറോ ആന്റി ബാലിസ്റ്റിക് മിസൈലുകളും ഡാവിഡ്സ് സ്ലിംഗ് പ്രതിരോധ സംവിധാനങ്ങളും തയ്യാറാക്കി നിർത്തി. അതേസമയം ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇനി എത്ര മിസൈലുകൾ ഉണ്ടെന്നുള്ള അറിവ് ഇസ്രായേലിനോ അമേരിക്കക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇറാൻ നിർമ്മിത ഫിഖർ 3, ഫലക് 1, ഫലക് 2, സിറിയൻ നിർമ്മിത ഖൈബർ 1 എന്നീ ബാലിസ്റ്റിക് മിസൈലുകൾ അതിലെ ചില പേരുകൾ മാത്രമാണ്. റഷ്യൻ നിർമ്മിതങ്ങളും ഹിസ്ബുള്ള തന്നെയും രൂപകൽപ്പന ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്ത മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആവനാഴിയിൽ കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമ ആക്രമണ ശേഷിയെ തളർത്തുവാനുള്ള ശ്രമമാണ് ഹിസ്ബുള്ള ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യോമ ആക്രമണത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയില്ല എന്ന വസ്തുത ഒരു വർഷമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലൂടെ ഒരു ഉദാഹരണം എന്ന നിലയിൽ ഹിസ്ബുള്ളയുടെ മുന്നിലുണ്ട് താനും. ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മിസൈലുകൾ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇല്ല എന്നറിഞ്ഞിട്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ ക്ഷണിച്ചു വരുത്തിയത് വ്യക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ടെല്ലവീവിലെ മൊസാദ് കേന്ദ്രത്തിന് നേരെയും വെസ്റ്റ് ബാങ്കിന് നേരെയും ഹിസ്ബുള്ള തൊടുത്തുവിട്ട ഖാദർ 1 ബാലിസ്റ്റിക് മിസൈൽ 300 കിലോമീറ്റർ ദൂര പരിധിയുള്ള സർഫേസ് ടു സർഫേസ് മിസൈലുകളാണ്. ഇസ്രായേലിൽ നിന്നും കടുത്ത വ്യോമാക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഹിസ്ബുള്ള വ്യക്തമായും ഒരു കരയുദ്ധത്തിലൂടെ ഇസ്രായേലിനെ തളച്ചിടുവാനാണ് ഹിസ്ബുള്ള പദ്ധതിയിട്ടിരിക്കുന്നത്.